അതാണ് പബ്ലിക്കായിട്ട് ഓടുന്ന ട്രെയിനിനകത്ത് ഈ രണ്ട് വ്യക്തികൾ ഇങ്ങനെ പരിസരം മറന്ന് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ. അത് നോക്ക്, എത്ര ആഭാസമാണ് ഇങ്ങനെ കാണിക്കുന്നത്. ആ പയ്യൻ ചിലപ്പോൾ ആ കുട്ടീനെ മുതലെടുക്കുന്നതായിരിക്കും, എന്നാലും അതൊരു പെൺകുട്ടിയല്ലേ. ആ കുട്ടിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണ്ടേ? ഇത്രയും ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ ഇരിക്കുന്നത്, ഒന്നൊന്ന് ആലോചിക്കണ്ടേ? ഒന്നുമില്ല, പരിസര ബോധം മറന്ന് അങ്ങ് ഇരിക്കുകയാണ്. എന്റെ വീഡിയോ കാണുന്നവരിൽ മിക്കവാറും എല്ലാവരും ഒരു തവണയെങ്കിലും ട്രെയിനിൽ യാത്ര ചെയ്തവരായിരിക്കും അല്ലെ? സ്ഥിരമായി ട്രെയിൻ യാത്ര ചെയ്യുന്നവരുണ്ടാവും. പല ട്രെയിൻ യാത്രകളും വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകൾ നമുക്ക് മുന്നിൽ തുറന്നിടാറുണ്ട്. എന്നാൽ കുറച്ചു കാലമായി പലർക്കും ട്രെയിനിൽ വെച്ച് കാണാൻ കഴിയുന്ന സ്ഥിരമായ ഒരു കാഴ്ചയുണ്ട്. കാമുകന്മാര് അവരുടെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ട്രെയിൻ ഉപയോഗിക്കുന്ന കാഴ്ചയാണത്. ഒരുപാട് പേർ ഈ അനുഭവം പങ്കുവെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ചെറുപ്പക്കാരായ ആണും പെണ്ണും ട്രെയിനിൽ കയറി മറ്റുള്ള യാത്രക്കാരുള്ളതൊന്നും കാര്യമാക്കാതെ ലൈംഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് കാണാറുണ്ടെന്ന് ഒരുപാട് പേർ അവരുടെ അനുഭവങ്ങളിൽ പറയുന്നുണ്ട്. ഒരു 5-6 മാസം മുൻ ഇതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു ഫാമിലിക്ക് ട്രെയിനിൽ വെച്ചുള്ള അനുഭവമായിരുന്നു അന്ന് നമ്മുടെ വിഷയം. അന്ന് ഇവർ ഇരിക്കുന്ന സീറ്റിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുന്ന 2 വിദ്യാർത്ഥികൾ ഫോർപ്ലേ ചെയ്യുന്നത് ഇവർക്ക് കാണേണ്ടി വന്നു. അന്ന് ഈ വിഷയത്തിൽ എന്റെ നിലപാട് ഞാൻ പറഞ്ഞതാണ്. എന്നാൽ വീണ്ടും ഇത്തരത്തിലൊരു സംഭവം എന്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ഇറ്റ്സ് കേരള എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ പബ്ലിഷ് ചെയ്തൊരു വീഡിയോ ആണ് ഈ വിഷയത്തിന് ആസ്പദം. എന്തായാലും നമുക്ക് ആ വീഡിയോയുടെ ചില ഭാഗങ്ങളൊന്നും കണ്ടുനോക്കാം. ഒരു ട്രെയിൻ യാത്രയിൽ നമ്മൾ എന്തൊക്കെ സഹിക്കണമല്ലേ. യാത്ര പെട്ടെന്ന് തീരുമാനിച്ചതുകൊണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാനൊന്നും പറ്റിയില്ല. ഒരു ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി, നല്ല തിരക്കായിരുന്നു. അപ്പോൾ ബെർത്തിലോട്ട് കയറി ഇരിക്കാനായിരുന്നു വലിയ, അതിൻ്റെ മേലെ കയറി. ഈ മുന്നിലിരിക്കുന്ന ഫാമിലി ഒരു 2-3 സ്റ്റോപ്പ് കഴിഞ്ഞാണ് ഇറങ്ങേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ സീറ്റ് നമുക്ക് തരാം എന്നുള്ളൊരു വാക്കിലാണ് ഇതിൻ്റെ മേലെ കയറിയിരിക്കുന്നത്. തിരക്കിനിടയിലും തിരക്കിലാണെങ്കിൽ ചായയും കാപ്പിയൊക്കെ ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇതിൻ്റെ മേലെ നിന്ന് ഒരു ചായ പോലും വാങ്ങിച്ച് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലിരിക്കുകയാണ്. ഈ തിരക്കിനിടയിലും ചില ആൾക്കാർ നന്നായിട്ട് സൊള്ളുന്നത് കാണുന്നുണ്ട്. അത് ട്രെയിന് അതിനുവേണ്ടി മാത്രം തിരഞ്ഞെടുക്കുന്നതാണോ, അല്ലെങ്കിൽ കിട്ടിയ അവസരം എന്നുള്ള രീതിയിൽ അവർ ഇത് മുതലാക്കുന്നതാണോ എന്ന് പറയാൻ പറ്റില്ല. പലരും അവരെ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും അവർ കാണുന്നില്ല. നമ്മളിങ്ങനെ കാണുകയെന്നേ ഉള്ളൂ. അവർക്ക് എന്താ പറയുക, പരിസരം പോലും മറന്ന രീതിയിലാണ് അവരുടെ ആ ഒരു പെരുമാറ്റമൊക്കെ കാണുന്നത്. അതിനിടയിൽ നമ്മൾ ടിക്കറ്റ് ചെയ്യാനുള്ള ചെക്കർ വന്നിട്ടുണ്ട്. അപ്പോൾ ട്രെയിനിൻ്റെ അകത്ത് ഇപ്പം ട്രെയിനിൻ്റെ ശബ്ദം മാത്രമേ ഉള്ളൂ, അല്ലാതെ ആൾക്കാരുടെയൊക്കെ ഒന്ന് സൈലൻ്റ് ആയിട്ടുണ്ട്. ആരൊക്കെയോ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നുണ്ട് എന്ന് ആ ചെക്കറുടെ ഒരു സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. ആരോടൊക്കെ അയാൾ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഇതുപോലെ ട്രെയിനിലെ തിരക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് എടുക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് കേട്ടോ. അതും നമുക്ക് ഈ ട്രെയിനിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം ട്രെയിനിലെ ഒരു തിരക്ക് നന്നായിട്ട് മുതലെടുക്കാൻ അറിയാവുന്ന കുറേ യാത്രക്കാർ നമ്മുടെ കൂടെ ഈ ട്രെയിനിലുണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട്. ഇതുപോലുള്ള തിരക്ക് പിടിച്ച യാത്രകൾ ശരിക്കും പറഞ്ഞാൽ ഒരു ദുരിതം തന്നെയാണ്. പക്ഷേ അത് ആനന്ദകരമാക്കാൻ കഴിയുന്നവർ ഒരു കണക്കിന് ഭാഗ്യവാന്മാരാണ്. അങ്ങനെയുള്ള ഭാഗ്യവാന്മാരെന്നെയാണ് ഈ തിരക്കിനെ ചിലപ്പോൾ ആശ്രയിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഓക്കെ, ഇദ്ദേഹം ഒരു ട്രെയിൻ യാത്രയിലാണ്. ട്രെയിൻ യാത്ര ഒരു വ്ളോഗാക്കി മാറ്റിയിരിക്കുകയാണ്. ട്രെയിനിൽ വന്നു പോകുന്നവരുടെ എല്ലാം വീഡിയോ ഇദ്ദേഹം എടുക്കുന്നുണ്ട്. നമ്മുടെ പ്രധാന വിഷയം ഇതൊന്നല്ല കേട്ടോ. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് വീഡിയോയുടെ ഈ ഒരു ഭാഗം പ്ലേ ചെയ്തതിന് ഒരു കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ട്രെയിൻ പോലുള്ള ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ വെച്ച് പ്രണയിതാക്കളായിട്ടുള്ള 2 പേരുടെ ലൈംഗിക പ്രവർത്തനങ്ങളെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ യൂട്യൂബർ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഒരുപാട് മറ്റു യാത്രക്കാരുടെ മുഖങ്ങൾ ഇദ്ദേഹം ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇദ്ദേഹം ഇരിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കുന്ന 2 പെൺകുട്ടികളുടെ മുഖം ബ്ലർ ചെയ്ത് ഇദ്ദേഹം കാണിക്കുന്നുണ്ട്. ഈ പെൺകുട്ടികൾക്ക് ഈ വിഷയവുമായി യാതൊരു ബന്ധവുമില്ല. എന്നാൽ ഇവരുടെ മുഖം ഇങ്ങനെ ബ്ലറാക്കി കാണിക്കുമ്പോൾ പെട്ടെന്ന് വീഡിയോ കാണുന്ന ആളുകൾ എന്താ വിചാരിക്കുക? ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. അദ്ദേഹം അവരുടെ മുഖം വീഡിയോയിൽ വരണ്ട എന്ന് വിചാരിച്ച് ബ്ലറാക്കിയതാണ്. പക്ഷെ അത് വളരെ മിസ്ലീഡിംഗ് ആയിരുന്നു എന്ന് പറയാതെ വയ്യ. പ്രത്യേകിച്ച് അവരെ കാണിക്കുന്ന ഭാഗത്ത് അദ്ദേഹം പറയുന്ന ഡയലോഗ് നിങ്ങൾ കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ആദ്യം അവരെ കാണുമ്പോൾ അവർ എണീറ്റിട്ട് എനിക്ക് ഇരിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അത് അധികം പേര് ശ്രദ്ധിച്ചുകൊള്ളണമെന്നില്ല. എന്നാൽ രണ്ടാമത് അവരെ കാണിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ വേണമെങ്കിൽ അതും കൂടെ ഒന്ന് പ്ലേ ചെയ്യാം. ട്രെയിനിലെ തിരക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് എടുക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് കേട്ടോ. അതും നമുക്ക് ഈ ട്രെയിനിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം ട്രെയിനിലെ ഒരു തിരക്ക് നന്നായിട്ട് മുതലെടുക്കാൻ അറിയാവുന്ന കുറേ യാത്രക്കാർ നമ്മുടെ കൂടി ട്രെയിനിലുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. കണ്ടില്ലേ? ഇത് കേൾക്കുന്ന എല്ലാവരും എന്താ വിചാരിക്കുക? ഈ പെൺകുട്ടികളാണ് തെറ്റ് ചെയ്തതെന്നുള്ളതല്ല. അതാണ് ഞാൻ പറഞ്ഞത് മിസ്ലീഡിംഗ് ആണ് എന്ന്. ഇദ്ദേഹം ഫേസ് ബ്ലർ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ഭാഗത്ത് ഒരു പെൺകുട്ടിയുടെ മുഖം വ്യക്തമായി കാണുന്നുമുണ്ട്. അപ്പൊ ഞാൻ ഇത്രയും ഞാൻ പറഞ്ഞ എന്തിനാണെന്ന് വെച്ചാൽ ട്രെയിൻ ഒരു പബ്ലിക് പ്ലേസ് ആണെങ്കിൽ കൂടിയും അവിടെ യാത്ര ചെയ്യുന്ന ഓരോ യാത്രക്കാർക്കും അവരുടേതായ പ്രൈവസി ഉണ്ട്. അത് നമ്മൾ മാനിക്കുക തന്നെ വേണം. മറ്റു യാത്രക്കാരുടെ അനുവാദമില്ലാതെ അവരുടെ വീഡിയോ എടുക്കുന്നത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. അതിപ്പോ ട്രെയിൻ ആണെങ്കിലും മറ്റേത് പബ്ലിക് പ്ലേസ് ആണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് വ്ളോഗർമാരൊക്കെ വീഡിയോ എടുക്കുമ്പോൾ അവിടെയുള്ള എല്ലാവരുടെയും സമ്മതം ചോദിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഒരുപാട് പേർ കാണാൻ പോകുന്ന ഒരു വീഡിയോ ആണല്ലോ. ഇവിടെ ഇപ്പം ആഭാസം ട്രെയിനിലോ എന്നൊരു തമ്മിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് വീഡിയോയിൽ എന്തൊക്കെയോ കുറെ ആളുകളെ കാണിക്കുന്നുമുണ്ട്. അവരാരും അറിയാതെയാണ് ഈ വീഡിയോ എടുത്തതെന്ന് കണ്ടാൽ മനസ്സിലാക്കും.
അത് ശരിയല്ല എന്നാണ് എന്റെ അഭിപ്രായം. ട്രെയിനിൽ അവിടെയും എവിടെയും ഒക്കെ പോയിരുന്ന് അന്നരുടെ വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിനോട് എനിക്കൊട്ടും യോജിപ്പില്ല. പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം പറയണമെന്ന് തോന്നി. സോ നമുക്കിനി ഇദ്ദേഹം പറയുന്ന ആവാസം എന്താണെന്നുള്ളതൊന്ന് നോക്കാം. സ്റ്റോപ്പിൽ ഇറങ്ങിയതുകൊണ്ട് എനിക്ക് ഈ സൈഡിൽ സീറ്റ് തന്നെ ഇരിക്കാൻ സൗകര്യത്തിൽ കിട്ടി. ഇവിടുന്ന് അങ്ങോട്ട് ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് സീറ്റ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്കാർ അവിടെ എൻ്റെ മുന്നിലായിട്ട് തന്നെ ഇരുന്നിട്ടുണ്ട്. ഈ കാണിക്കുന്ന ആഭാസത്തരങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ശരിയോ തെറ്റോ എന്നുള്ളത് കാരണം നിങ്ങൾക്കും കൂടി ആലോചിക്കാവുന്നതാണ്. പബ്ലിക്കായിട്ട് ഓടുന്ന ട്രെയിനിനകത്ത് ഈ രണ്ട് വ്യക്തികൾ ഇങ്ങനെ പരിസരം മറന്ന് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ. അത് നോക്ക്, എത്ര ആഭാസമാണ് ഈ കാണിക്കുന്നത്. കാരണം നമ്മുടെ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ആൾക്കാർ എന്താണ് ഈ രീതിയിലാണോ മുന്നോട്ട് പോകുന്നത്? ഈ ദൃശ്യങ്ങൾ ഞാൻ കുറച്ച് ബ്ലർ ചെയ്തിട്ടാണ് കാണിക്കുന്നത്. കാരണം ഇത് കാണിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും എനിക്കറിയില്ല. ആ പയ്യൻ ചിലപ്പോൾ ആ കുട്ടീനെ മുതലെടുക്കുന്നതായിരിക്കും. എന്നാലും അതൊരു പെൺകുട്ടിയല്ലേ, ആ കുട്ടിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണ്ടേ? ഇത്രയും ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ ഇരിക്കുന്നത്, ഒന്നൊന്ന് ആലോചിക്കണ്ടേ? ഒന്നുമില്ല, പരിസര ബോധം മറന്ന് അങ്ങ് ഇരിക്കുകയാണ്. എത്ര പേരവരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാരെ ഈ രണ്ട് വ്യക്തികൾ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ആയൊന്നും മൈൻഡല്ല, ഒരു ചിന്തയില്ല ആൾക്കാർ കാണുന്നുണ്ടെന്നൊന്നും. അവരെന്തോ ഒരു പ്രത്യേകതര ഒരു സ്ഥലത്ത് പെട്ട പോലെയാണ് അവരുടെ പെരുമാറ്റമൊക്കെ. ഇവരെവിടെയും കറങ്ങിയിട്ട് വരുന്നതാണോ, അല്ലെ ആ പെൺകുട്ടി എവിടെയും പഠിക്കാൻ പോയിട്ട് വരുന്നതാണോ ഒന്നും അറിയില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെയൊക്കെ മാതാപിതാക്കളെങ്കിൽ ഇതൊക്കെ ഈ വക കാര്യങ്ങളൊക്കെ കുട്ടികൾ പോകുമ്പോൾ ശ്രദ്ധിക്കണം, കൂടെ ആര് പോകുന്നു എന്നുള്ള കാര്യമൊക്കെ ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് വാച്ച് ചെയ്യേണ്ടതാണ്. ഇവരെ പ്രണയ ജോഡികളെന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയുള്ള ആൾക്കാരും ഇതുപോലുള്ള ആഭാസത്തിലൊന്നും ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് കാണിക്കില്ല. അതൊക്കെ വളരെ ഡീസൻ്റായിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇത് അതും പറയാൻ പറ്റില്ല. ഇത് ശരിക്കും കണ്ടാൽ അവൻ ആ പെൺകുട്ടിയെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ മുതലെടുക്കുന്നു എന്ന് വേണം പറയാൻ. കിട്ടിയ അവസരം മുതലാക്കുകയാണ് അവൻ്റെ ലക്ഷ്യം. കാരണം അവൻ്റെ ഓക്കെ, കണ്ടല്ലോ, ഇദ്ദേഹത്തിന് ഒറിജിനൽ വീഡിയോയിൽ ഇവരുടെ രണ്ടുപേരുടെയും ഫേസ് ഇത്ര അധികം ബ്ലർ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ആ ചെക്കനെയും പെണ്ണിനെയും പരിചയമുള്ള ആളുകൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ അത് മനസ്സിലാക്കാത്ത തരത്തിൽ ഒന്നുകൂടെ ബ്ലർ ആക്കിയതാണ്. അതാണ് അതിന്റെ മര്യാദ എന്ന് തോന്നിയത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇത് കുറച്ചുകൂടെ കോൺട്രവേഴ്സി ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണെന്ന് എനിക്ക് നല്ലോണം അറിയാം. കാരണം ഞാൻ ഇവിടെ ഈ ചെക്കനെയും പെണ്ണിനെ അനുകൂലമായി സംസാരിച്ചാലും പ്രതികൂലമായി സംസാരിച്ചാലും എന്നെ തെറി പറയാൻ കുറച്ച് ആൾക്കാരുണ്ടാവുമെന്ന് എനിക്ക് നല്ലോണം അറിയാം. അത് ഉറപ്പാണ്. സദാചാരവാദി എന്നും അമ്മാവൻ എന്നുമുള്ള വിളികളുമായി കുറച്ച് പേർ റെഡി ആയിരിക്കുന്നുണ്ടാകും. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വിഷയം തിരഞ്ഞെടുക്കുന്നത്. സോ എന്റെ ഒരു അഭിപ്രായം ഞാൻ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ പറയാം. ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവരും വ്യക്തമായിട്ടൊരു കാര്യം കണ്ടിട്ടുണ്ടാകും. അതായത് ആ പയ്യൻ ആ പെൺകുട്ടിയുടെ മാറിടത്ത് കയറി പിടിക്കുന്നുണ്ട്. പെൺകുട്ടി അതിനു വേണ്ടി നിന്ന് കൊടുക്കുന്നുമുണ്ട്. കണ്ടിട്ട് രണ്ടുപേരും പ്രായപൂർത്തിയായിട്ടുള്ള ആളുകളായിട്ടാണ് തോന്നിയത്. സോ പരസ്പര സമ്മതത്തോടെ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, അതിനൊരു കുഴപ്പമില്ല. പക്ഷെ അത് ചെയ്യാൻ വേണ്ടി ഇവർ തിരഞ്ഞെടുത്ത സ്ഥലമാണ് പ്രശ്നം. പെൺകുട്ടികൾ അടക്കമുള്ള ഒരുപാട് ആളുകൾ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നുണ്ടാകും. അവിടെ വെച്ച് ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് അനുവദനീയമല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അവർ തോളിൽ കൈയിടുന്നതിനെയോ പരസ്പരം മുട്ടിയിരുമിരിക്കുന്നതിനെയോ ഒന്നുമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. അതൊന്നും ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. രാജാരമ്മമാർക്ക് അത് തന്നെ വലിയ പ്രശ്നമായിരിക്കും. അത് വേറെ കാര്യം, അതിനെ കുറിച്ചൊന്നും ഇപ്പം പറയാത്തതാണ് നല്ലത്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാണെങ്കിൽ ആ പയ്യൻ തോളിൽ നിന്നും കൈയെടുത്ത് ഇവളുടെ മാറിടത്തിൽ പിടിച്ചു. ആ പെൺകുട്ടി അത് കൈകൊണ്ട് മറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കാണുന്നവർക്ക് അത് മനസ്സിലാകും. പെൺകുട്ടികളുടെ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ലൈംഗിക അവയവങ്ങളിൽ പെട്ടതാണ്. സോ ഒരു പൊതുസ്ഥലത്ത് വെച്ച് ലൈംഗിക അവയവങ്ങളിൽ കയറി പിടിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമില്ല. ആ പൊതുസ്ഥലത്തുള്ള മറ്റാളുകൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ കേസ് വരെ എടുക്കാൻ പറ്റുന്ന ഒരു ഒഫൻസ് ആണത്. ഇനി ഞാനിത് പറയുന്നത് കേട്ടിട്ട് എല്ലാവരും കൂടി എന്നെ സദാചാരവാദി ആക്കാൻ വരണ്ട. പ്രായപൂർത്തിയായിട്ടുള്ള രണ്ടുപേർക്ക് പരസ്പര സമ്മതത്തോടുകൂടി എന്ത് വേണമെങ്കിലും ചെയ്യാം. എനിക്കതിന് യാതൊരു കുഴപ്പമില്ല. ഐ റിപ്പീറ്റ് അഗൈൻ, അവരതിനു വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലത്തെയാണ് ഞാൻ വിമർശിച്ചത്. തലച്ചോറുള്ള ആളുകൾക്ക് ഞാൻ പറഞ്ഞ എന്താണെന്ന് മനസ്സിലാകുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ ഇട്ട ആളും ചെയ്തത് ശരിയായിട്ടുള്ള ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു സോഷ്യൽ മെസ്സേജ് കാണിക്കണമെന്നൊരു ഉദ്ദേശമായിരുന്നു നിങ്ങൾക്കെങ്കിൽ ഇവരുടെ മുഖം കംപ്ലീറ്റ് ബ്ലർ ആക്കണമെന്നായിരുന്നു എന്റെ അഭിപ്രായം. ഈ വീഡിയോ എങ്ങനെയാണ് ഈ ചെക്കനെയും പെണ്ണിനെയും ബാധിക്കാൻ പോകുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അവരുടെ പഠിപ്പ് വരെ മുടങ്ങാൻ സാധ്യതയുണ്ട്. അപമാനം താങ്ങാൻ കഴിയാതെ അവരുടെ മാതാപിതാക്കൾ വല്ല കടുങ്കൈ ചെയ്താൽ അതിനാരുത്തരം പറയും? അതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ ട്രെയിൻ യാത്രകളിൽ ഇത്തരം കാഴ്ചകളൊക്കെ സ്ഥിരമാണെന്ന് ഒരുപാട് പേർ അഭിപ്രായപ്പെടുന്നത് കണ്ടു. സോ ഈ കാമുകന്മാർക്കൊക്കെ ഒരു സ്ഥലകാല ബോധം ഉണ്ടാകുന്നത് നന്നായിരിക്കുമെന്നാണ് എന്റെ അഭിപ്രായം. പൊതുസ്ഥലങ്ങളിൽ വെച്ച് ലൈംഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ട് അവസാനം സദാചാര ഗുണ്ടകൾ ആക്രമിച്ചെന്നും പറഞ്ഞ് കരിഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.